വ്യാഖ്യാനിക്കപ്പെടുന്നു എങ്കിലും ഇസ്ലാം എപ്പോഴും ഒറ്റപ്പെടലിൽ നിന്നും മനുഷ്യനെ മാറ്റി നിർത്തുന്ന ഒരു മതമാണ്. സമൂഹമായി സമുദായത്തിൽ ഒത്തൊരുമയോടുകൂടി നിന്ന് മുന്നോട്ട് പോകണമെന്നുള്ള ആശയം ഇസ്ലാമിന്റെ തുടക്കം മുതൽ എല്ലാ ഭാഗങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. ഉസ്മാൻ ഇബ്നു മൽഊൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതമാണ് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കുവാനുള്ള പ്രവേശന കവാടമായി ഇന്ന് ഞാൻ തിരഞ്ഞെടുക്കുന്നു. ഉസ്മാൻ ഇബ്നു മൽഊൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രിയപ്പെട്ട ഭാര്യ അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണുകയുണ്ടായി. നിക്കാഹ് കഴിഞ്ഞ് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. ആയിഷ ബീവി റളിയല്ലാഹു തആല നോക്കുമ്പോൾ ഒരു പുതുമണവാട്ടിയുടെ സന്തോഷമൊന്നും ഉസ്മാൻ ഇബ്നു മൽഊൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയിൽ കാണുന്നില്ല. സാധാരണ നമ്മുടെയൊക്കെ വീട്ടിൽ കല്യാണം കഴിഞ്ഞാൽ പിന്നെ കുറെ നാളത്തേക്ക് പേരല്ലൂലിയും പൗഡറും പുതിയ പുതിയ ഡ്രസ്സുകളും, ളുഹറിന് ഒരു ഡ്രസ്സ്, അസറിന് ഒരു ഡ്രസ്സ്, 4 ബനിയൻ ഒരു ദിവസം, പിന്നെ സ്പ്രേ, ഇതൊക്കെ ഭയങ്കര സെറ്റപ്പാണ്. ഇത് ഈ കാലഘട്ടത്തിൽ മാത്രമല്ല, ഒരു പുതുമണവാട്ടിയും ഒരു മണവാളനും എന്നൊക്കെ പറയുമ്പോൾ പലപ്പോഴും യാത്ര ചെയ്യേണ്ടതുണ്ട്, അവരെ ഇവരെ കാണേണ്ടതുണ്ട്, സന്ദർശകരൊക്കെ വരും. അപ്പൊ അങ്ങനെ വരുമ്പോ എന്തായാലും ശാരീരികമായ രീതിയിലും മാനസികമായ രീതിയിലും ഒരു സന്തോഷം, പിന്നെ ഒരു കുടുംബ ജീവിതം തുടങ്ങിയ ഒരു സംതൃപ്തി. കല്യാണം കഴിഞ്ഞ് 1ാമത്തെ ദിവസമൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോ പുതുമണവാളന്റെ മുഖത്തൊക്കെ ഒന്ന് നോക്കിയാൽ ഒരു ചെറിയ ഉഷാറൊക്കെ ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് റാഹത്താണ്, ഇല്ലെങ്കിൽ സുബ്ഹാനല്ലാഹ്. അപ്പൊ അതൊരു പ്രത്യേകമായ ഉണർവാണ്. കുറെ ദിവസത്തേക്ക് പിന്നെ കല്യാണം കഴിയുമ്പോൾ നല്ല സന്തോഷമാണ്. ചിലരൊക്കെ ചോദിക്കാറുണ്ടല്ലോ, എന്തു പറ്റി കല്യാണം കഴിഞ്ഞ് 2-3 മാസമായിട്ടും നിന്റെ മുഖത്തൊന്നും ഒരു വെളിച്ചമില്ലല്ലോ, അത് ശരിയല്ലല്ലോ എന്നുള്ള അർത്ഥത്തിലാ ചോദ്യം. അത് ശരിയല്ല തന്നെയാണ്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ നോക്കുമ്പോൾ ഒരു പുതുമണവാട്ടിക്ക് ഉണ്ടായിരിക്കേണ്ടുന്ന ഒരു സന്തോഷവും ഉസ്മാൻ ഇബ്നു മൽഊൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയ്ക്കില്ല. അങ്ങനെ ചോദിച്ചു, പെണ്ണല്ലേ, പെണ്ണിനോട് കാര്യങ്ങൾ തിരക്കാം. ചോദിച്ചു, എന്താണ് പ്രശ്നം? എന്തോ ഒരു കാര്യമായ തകരാറുണ്ട്, എന്താണ്? ഉസ്മാൻ ഇബ്നു മൽഊൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ പറഞ്ഞു, എന്റെ ഭർത്താവിന് പെണ്ണിനെ വേണ്ട, ആവശ്യമില്ല, എന്നോട് സംസാരിക്കുന്നില്ല, എന്റെ അടുത്ത് വന്നിരിക്കുന്നില്ല, എന്റെ കൂടെ കിടക്കുന്നില്ല, എന്റെ കൂടെ മിണ്ടുന്നില്ല, ഒന്നുമില്ല. രാത്രി ആയിക്കഴിഞ്ഞാൽ മൂപ്പരൊരു വലിയ അന്ന് നിസ്കരിക്കാൻ ഉപയോഗിക്കുന്ന അന്നത്തെ ഷീറ്റോ പായോ എന്താ കൊണ്ടുപോയി ഇബാദത്തും, പകൽ സമയമായി കഴിഞ്ഞ നോമ്പും, പിന്നെ രാത്രി ഖുർആൻ ഓതൽ, ഇതൊക്കെ തന്നെ പരിപാടി. പെണ്ണിന്റെ അടുത്ത് എന്തിനാ ഇവിടെ മണവറ വന്നിരിക്കുന്നത് എന്നുപോലും ചോദിക്കാൻ ആളില്ല. നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മൾ അങ്ങനെ ചെയ്താൽ നമ്മുടെ ഭാര്യ ഉടനെ തന്നെ അടുത്തുള്ള ആരെങ്കിലും വിളിച്ചിട്ട് പറയും, ഭർത്താവിന് 1ാമത്തെ ദിവസം തന്നെ വാത കൂടിയിരിക്കുകയാണ്, അതെങ്കിലും മൊയിലാരെ കൊണ്ടുവരാൻ. കാരണം ഇങ്ങനെ ഈ കാലഘട്ടത്തിൽ എന്തായാലും ഭർത്താക്കന്മാർ അങ്ങനെ ചെയ്യൂല എന്ന് പെണ്ണിനറിയാം. അങ്ങനെ പോകുന്നെങ്കിൽ കാര്യമായ തകരാറുണ്ട് എന്ന് പറയും. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് വല്ലാത്ത സങ്കടം തോന്നി. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ നബി തങ്ങളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എല്ലാ പ്രശ്നത്തിനും പരിഹാരം അവിടെയാണല്ലോ. അള്ളാന്റെ റസൂലിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നബിയെ, ഉസ്മാൻ ഇബ്നു മൽഊൻ എന്ന് പറയുന്ന സഹാബിയെ അവിടെ നിന്ന് വിളിക്കണം, വിളിച്ചിട്ട് അങ്ങ് ആവശ്യപ്പെടണം, അങ്ങ് ചോദിക്കണം കുടുംബജീവിതത്തിന്റെ വിവരങ്ങൾ. ഇന്നുവരെ ഭാര്യയുടെ അടുത്ത് പോയിരുന്ന് സംസാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഉസ്മാൻ ഇബ്നു മൽഊൻ റളിയല്ലാഹു തആല അൻഹുവിനെ അല്ലാഹുവിന്റെ ഹബീബ് വിളിച്ചിട്ട് ചോദിച്ചു, ഉസ്മാൻ, കുടുംബജീവിതത്തിന്റെ അവസ്ഥയൊക്കെ എങ്ങനെ പോകുന്നു? ഉസ്മാൻ ഇബ്നു മൽഊൻ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, സന്തോഷമായിട്ട് പോകുന്നു നബിയെ. അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചു, രാത്രിയും പകലും നിന്റെ ഭാര്യയുടെ അടുത്ത് പോയി ഇരിക്കാൻ കഴിയാതെ നിനക്ക് ഇത്ര ഇബാദത്ത് എന്താണെന്ന് ചോദിക്കുമ്പോ ഉസ്മാൻ ഇബ്നു മൽഊൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ പടച്ച റബ്ബിനെ പേടിക്കുകയാണ്. എന്റെ രാത്രിയുടെയും എന്റെ പകലിന്റെയും സമയം എന്തിനു വേണ്ടി ചിലവഴിച്ചു എന്ന് എന്റെ കരുണക്കടലാര പടച്ച റബ്ബ് എന്നോട് ചോദിച്ചാൽ അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി കൊടുത്തു എന്ന് പറയണമെന്ന് ഉസ്മാൻ ഇബ്നു മൽഊൻ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ കരുണക്കടലായ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, അതുഉമിനു കമാ നുഉമിനു യാ ഉസ്മാൻ, ഞാൻ വിശ്വസിക്കുന്ന മതത്തിലല്ലേ ഉസ്മാനെ നീ വിശ്വസിക്കുന്നത് എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു.
അതായത് ഞാൻ വിശ്വസിക്കുന്ന ഇസ്ലാം, ഞാൻ വിശ്വസിക്കുന്ന പടച്ചറബ്, ആ പടച്ചറബിനെ അല്ലാതെ പിന്നെ ആരെയാണ് നീ വിശ്വസിക്കുന്നത്? ഏറ്റവും അധികം നിങ്ങളിൽ അള്ളാഹുവിനെ ഭയക്കുന്നത് ഞാനാണ്. ഏറ്റവും അധികം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് സമയം ചെലവഴിക്കേണ്ടത് ഞാനാണ്. ഞാൻ പോലും വിവാഹം കഴിച്ചല്ലോ, ഭാര്യാഭർത്തൃ ബന്ധം നടത്തുന്നല്ലോ. എന്നിട്ട് എന്തേ എന്നെക്കാളും വലിയ തഖ്വയുടെ പദവിയിലേക്ക് എത്താൻ നീ മോഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉസ്മാൻ ഇബ്നു മൽഊൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കണ്ണുകൾ നിറഞ്ഞു. ആരംഭപ്പൂവായ നബിതങ്ങള് ഉസ്മാൻ ഇബ്നു മൽഊൻ റളിയല്ലാഹു അൻഹുവിന് ഒരു കൊച്ചുകുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെ കുടുംബജീവിതത്തിന്റെ വ്യവസ്ഥകൾ ഇങ്ങനെ വിശദീകരിച്ചു കൊടുക്കുകയാണ്. അന്നിക്കാഹു മിൻ സുന്നതി, നിക്കാഹ് എന്ന് പറയുന്നത് എന്റെ ശരിയാണ്. ഭാര്യാഭർത്തൃ ബന്ധത്തിന് പോലും ഒരുപാട് പ്രതിഫലമുണ്ട്. ഒരാള് കുടുംബജീവിതം നയിച്ചുകൊണ്ട് ഭാര്യയെ നോക്കിക്കൊണ്ട് ഭാര്യയ്ക്ക് വേണ്ടി ജോലി ചെയ്ത് ചെലവ് കൊടുത്തുകൊണ്ട് മക്കളെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് മക്കളെ വളർത്തിയിട്ട് ഒരു വഖത്ത് പോലും മുടങ്ങാറ് ചുറ്റുമൂല പള്ളിക്കകത്ത് വന്ന് നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ ആ നിസ്കാരത്തിന് കിട്ടുന്ന പ്രതിഫലമുണ്ടല്ലോ. നിക്കാഹ് വേണ്ട, ഭാര്യ വേണ്ട, മക്കള് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നിസ്കരിക്കുന്ന മനുഷ്യന്റെ ഇബാദത്തിനേക്കാളും അല്ലാഹു പ്രതിഫലം കൂടുതൽ കൊടുക്കുന്നതാ. അതുകൊണ്ട് നിക്കാഹ് കഴിക്കണം. വമാഫിൽ ജന്നതി അഹ്സബ്, സ്വർഗ്ഗത്തിൽ അവിവാഹിതരെ ഇല്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ എന്ന് പറഞ്ഞാൽ വിവാഹം കഴിച്ചവര് മാത്രമേ സ്വർഗ്ഗത്തിൽ പോകൂ എന്നല്ല അർത്ഥം. സ്വർഗ്ഗത്തിൽ ആര് കടന്നാലും അല്ലാഹ് സമ്മാനമായിട്ട് പെണ്ണിനെ കൊടുക്കും. ആര് കടന്നാലും സമ്മാനമായിട്ട് അല്ലാഹു പെണ്ണിനെ കൊടുക്കും. കാരണം സുഖം പരിപൂർണതയിലേക്ക് എത്തണമെങ്കിൽ പെണ്ണ് വേണം. ആദം നബി അലൈഹിസ്സലാം സ്വർഗത്തിൽ കടന്നല്ലോ. സ്വർഗത്തിൽ കടന്നു, നല്ല പലവർഗ്ഗങ്ങളൊക്കെ ഇങ്ങനെ കഴിച്ചു വന്നപ്പോ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഒരു നിരാശ. അള്ളാഹ് ചോദിച്ചു, എന്താ ഒരു ലേഡി കൂടി ഉണ്ടായിരുന്നെങ്കിൽ സംഭവം റാഹത്തായ. വേണമല്ലോ, പെണ്ണ് വേണം. പിന്നെ എന്ത് ജീവിതമാ? നല്ലൊരു വാഹനം, വാഹനത്തിലൊരു സോലിഹത്തായ പെണ്ണാണെങ്കിൽ അൽഹംദുലില്ലാ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ എപ്പോഴും ടയർ പഞ്ചറാവും. വഴിയിലിറങ്ങണം, പിന്നെ വണ്ടി തള്ളണം, ടയർ ഒട്ടിക്കണം. എരണംകെട്ടോളയും കൊണ്ട് ഇറങ്ങി പെരുമഴയും ഇടിയും മിന്നലും. ഏത് പുതിയ വണ്ടിയാണെങ്കിൽ എപ്പോൾ വഴിയിലാന്ന് ചോദിച്ചാൽ മതി. ബറക്കത്തുള്ള പെണ്ണാണെങ്കിലോ പഞ്ചറായാലും കിലോമീറ്ററുകളോളം ഓടിക്കൊണ്ടിരിക്കുക. അതാ പെണ്ണിന്റെ പവർ. അതാ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ, എരണക്കേടെന്ന് പറയുന്നത് മൂന്ന് കാര്യത്തിലാണ് എരണക്കേടുള്ളത്. ബറക്കത്ത് കേട് സാധാരണ വരാൻ സാധ്യതയുള്ളത് മൂന്ന് കാര്യത്തിലാണ്. ഒന്ന് ഫിൽ ബൈത്തി ഫിദ്ദാരി, വീട്ടിലാണ്. രണ്ട് ഫിൽ മർഅതി, പെണ്ണിലാണ്. മൂന്ന് ഫിസ്സയ്യാറ ഫിൽ മർകബി, മൂന്ന് വാഹനത്തിലാണ്. മൂന്ന് കാര്യത്തിൽ എരണക്കേടുണ്ടെന്ന്. ഒരു വീടിൽ താമസം തുടങ്ങി, ഒന്നാമത്തെ ദിവസം തന്നെ മിന്നൽ വന്നു, എല്ലാം അടിച്ചുപോയി. രണ്ടാമത്തെ ദിവസം നോക്കുമ്പോൾ വീടിന്റെ ഒരു സൈഡ് ഇടിഞ്ഞു വീണു. മൂന്നാമത്തെ ദിവസം നോക്കുമ്പോൾ എല്ലാവർക്കും രോഗമാണ്. അങ്ങനെ എന്നും ബുദ്ധിമുട്ടും വിഷമവും പ്രയാസവുമാണ്. ഈ പരാതിയുമായി അള്ളാന്റെ ഹബീബിന്റെ അടുത്ത് വന്ന സഹാബത്തിനോട് നബി തങ്ങൾ പറഞ്ഞത്, ആ വീട് അങ്ങ് വിറ്റ് കളയാനാവും, അത് മാറ്റിയിട്ട് നല്ല വേറൊരു വീട്ടിൽ താമസിക്കും, ഒരു ബറക്കത്തുള്ള. അതങ്ങനെയുണ്ട് ഇസ്ലാമിൽ. റോഡിലാണ് കസേര, റോഡിലാണ് കസേരയാണ്. റോഡിലിടല്ലേ. രണ്ടാമത്തത് പെണ്ണിലാണ്. പെണ്ണിലും അങ്ങനെ തന്നെയാണ്. മൂന്നാമത്തെ വാഹനം ഒരു വാഹനം എടുത്തു, പുതിയ വാഹനമാണ്. എടുത്തുകൊണ്ട് വന്നപ്പോൾ തന്നെ ഓടയിൽ ചെറുതായിട്ടൊന്ന് ചരിഞ്ഞു. പിന്നെ കൂട്ടുകാരെല്ലാം കൊണ്ട് തള്ളിക്കയറ്റി അങ്ങോട്ട് കൊണ്ടുപോയപ്പോൾ ഒരാണി കയറി ടയർ പോയി. പിന്നെ ടയർ മാറ്റിയിട്ട് കുറച്ചങ്ങോട്ട് പോയപ്പോൾ ലൈറ്റ് ഇളവി വീണു. ഇതിങ്ങനെ എന്നും ഇത് തന്നെ പരിപാടി. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ആ വാഹനം പിന്നെ വെച്ചുകൊണ്ടിരിക്കേണ്ടത് കൊടുത്തിട്ട് വേറൊരു വാഹനം. പെണ്ണിന്റെ വിഷയവും അങ്ങനെ തന്നെയാണ്. പെണ്ണിന്റെ വിഷയവും അങ്ങനെ തന്നെയാണ്. ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം വരുമ്പോൾ മകൻ വീട്ടിലില്ല. തന്റെ പ്രിയപ്പെട്ട മരുമകളെ നോക്കിയിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞതെന്തെന്നറിയോ? എന്റെ പൊന്നുമോൻ വരുമ്പോ പറയണം, വീടിന്റെ വാതിൽപ്പടി ശരിയല്ല, വീടിന്റെ കട്ടള ശരിയല്ല, അതൊന്ന് മാറ്റിവെക്കാൻ വാപ്പ വന്ന് പറഞ്ഞിട്ട് പോയെന്ന് പറയണം മോളെ.
ഇസ്മായിൽ നബി അലൈഹിസ്സലാം വന്നപ്പോ ഭാര്യ പറഞ്ഞു, ഉപ്പ വന്നിരുന്നു, വന്നിട്ട് വീടിന്റെ വാതിൽ ശരിയല്ല മാറ്റാൻ പറഞ്ഞു. ഇസ്മായിൽ നബി പറഞ്ഞു, നിന്നെ ഞാൻ തൊലാക്കില്ലിരിക്കുന്നു. വാതിൽ മാറ്റാൻ പറഞ്ഞപ്പോ തലാക്കില്ലിരിക്കും. തേക്കിൻ്റെതാണെങ്കിലും തലാക്കില്ലിരിക്കും. എത്ര പോളീഷ് ഉള്ളതാണെങ്കിലും തലാക്കില്ലിരിക്കും. കരുനാഗപ്പള്ളി കായംകുളത്തൊക്കെ എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ശരിക്കും സാധനം കിട്ടണ്ട. പുറകിൽ ആ പന്തലിന്റെ ഭാഗത്തുള്ള ബൈക്കുകളൊന്ന് മാറ്റി ഏതെങ്കിലും സൈഡിലേക്ക് മാറ്റി വെച്ചു കൊടുത്താൽ കുറച്ച് നിൽക്കുന്നവരവിടെ വന്നിരിക്കും. സദസ്സ് അൽഹംദുലില്ലാ റാഹത്താകും. അതുകൊണ്ട് എല്ലാവരും അതിലൊന്ന് സഹകരിക്കണം എന്ന് പറഞ്ഞ് ബൈക്ക് എടുക്കാൻ എഴുന്നേറ്റ് പോകുന്നവരുടെ സീറ്റിൽ പിന്നെ വേറെ ആൾ വന്നിരിക്കരുത്. അത് പൊരുത്തക്കേടാണ്. ബിസ്മില്ലാ. അപ്പൊ നിക്കാഹ് കഴിക്കൽ ഇസ്ലാമിൽ ആവശ്യമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക്, ഈ മുസ്ലിം യുവജന വേദിയിൽ എനിക്ക് തോന്നുന്നു എല്ലാവരും മിക്കവാറും അവിവാഹിതരാണ്. അപ്പൊ അവരുടെ കല്യാണം ഒന്ന് നടക്കാൻ വേണ്ടിയായിരിക്കും മിക്കവാറും ഈ വിഷയം എനിക്ക് തന്നത്. അവരുടെ വാപ്പായും ഉമ്മായൊക്കെ വന്നിരുന്ന് എന്തായാലും വാള് കേൾക്കും. ഇത്രയും കഷ്ടപ്പെട്ട് പൈസയും പിരിച്ച് നമ്മളൊരു പരിപാടി വെക്കുമ്പോൾ നമ്മളെ കല്യാണമെങ്കിലും നടക്കട്ടെ ഉസ്താദ്, നിങ്ങളെത്തി കല്യാണത്തിന്റെ കാര്യം ഗൗരവത്തോടെ പറഞ്ഞു കൊടുക്കുക. നമ്മൾ എത്രയെന്നും പറഞ്ഞ് ഈ മൊബൈലിന്റെ ക്ലിപ്പും കൊണ്ട് ഇങ്ങനെ നടക്കും. എല്ലാം പ്രശ്നമാണ്. ഇൻഷാ അല്ലാഹ് സമയം ഉണ്ടെങ്കിൽ ഒരു ദിവസമേ ഉള്ളൂ. അത് മാത്രമല്ല, ഇനിയിപ്പോൾ 2 മണിക്കൂറല്ലേ പറയാനും പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെതായ വിഷയങ്ങളിലേക്ക് എല്ലാം കടന്നു ചെല്ലാൻ പറ്റൂല. എങ്കിലും ഒന്ന് തുടങ്ങി വെക്കാം, അത്രേ പറ്റുള്ളൂ. കുടുംബജീവിതമൊക്കെ ഒരു 4-5 ദിവസം കിട്ടിയേ പറ്റുള്ളൂ. റമദാൻ കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് കായംകുളത്ത് നമ്മൾ പരിപാടി 4 ദിവസത്തെ പരിപാടി ചേർത്തുകൊണ്ട് കുടുംബജീവിതം പറയുന്നുണ്ട്. അന്ന് ഓരോ ദിവസം കാര്യമായിട്ട് പറയുന്നു. ഇപ്പോൾ ഏതായാലും എല്ലാം ഒന്ന് ഉൾക്കൊള്ളിച്ച് നമുക്ക് പോകാം. അപ്പൊ സ്വർഗത്തിലേക്ക് ആര് കടന്നാലും അല്ലാഹു ജല്ല സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ കൊടുക്കുന്നവർക്ക് സമ്മാനമാണ്. കടക്കുന്നവർക്ക് കൊടുക്കുന്ന സമ്മാനം വഹൂർനീൻ ഖംസാലിൽ ലുഅ്ലുഇൽ മക്നൂൻ, തെറിച്ചു വീണ മുത്തുകളെ പോലെയുള്ള, മാണിക്യത്തെ പോലെയുള്ള, പവിടങ്ങളെ പോലെയുള്ള, പവിടമുത്തുകളെ പോലെയുള്ള സുന്ദരികളായ പെൺകുട്ടികളെ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന സഹോദരങ്ങൾക്ക് അല്ലാഹു സമ്മാനമായി കൊടുക്കുന്നതാ. അത് പറയുമ്പോൾ ഈ ചുറ്റുമൂലയുടെ പരിസരത്തുള്ള ചില ഉപ്പമാര് 90 ചെന്ന 95 ചെന്ന 80 ചെന്ന 85 ചെന്ന ഉപ്പമാര് മനസ്സുകൊണ്ട് പറയും, ഉസ്താദേ നമ്മുടെ വിചാരങ്ങളൊക്കെ കെട്ടടങ്ങിയിരിക്കുകയാണ്. നമ്മൾ മരണപ്പെട്ടു പോയിട്ട് ഇനി നമ്മൾ പരലോകത്ത് വന്ന് സ്വർഗമാണ് കിട്ടുന്നതെങ്കിൽ ഈ 90-ാം വയസ്സിൽ സ്വർഗത്തിലെ പെണ്ണിനെ കിട്ടിയിട്ട് എന്തിനാണ് ഉസ്താദ് എന്ന് ചോദിക്കുന്ന ഉപ്പ ആശങ്കപ്പെടണ്ട. സ്വർഗത്തിലേക്ക് കിടക്കുമ്പോ അല്ലാഹു നിനക്ക് ആംബിയർ തരികയാ. സ്വർഗത്തിൽ കിടക്കുമ്പോ എല്ലുന്തിയ നിന്റെ ശരീരം അല്ലാഹു മാറ്റുകയാണ്. കുടിഞ്ഞുപോയ നിന്റെ കണ്ണുകളെ അല്ലാഹു മാറ്റുകയാണ്. രക്തത്തിളപ്പുള്ള പരിശുദ്ധമായ 30ന്റെ പ്രായമായിരിക്കും അല്ലാഹു നിനക്ക് തരുന്നത്. പക്ഷേ വയസ്സാകാലത്ത് പള്ളിയിൽ വന്ന് ഫസാദ് പറഞ്ഞ് ഫിത്നയുണ്ടാക്കാറ്, നിസ്കാരം കഴിഞ്ഞ് വീട്ടിൽ പോയി സ്റ്റാർ സിംഗറിന് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കാറ്, തസ്ബീഹ് എടുത്ത് ദിക്ർ ചൊല്ലി ഖബറിനെ ഓർത്ത് കരഞ്ഞുകൊണ്ട് കിടന്നിറങ്ങുന്ന വാപ്പാക്കാണ് അങ്ങനെ പവർ കൊടുക്കുന്നത്. അല്ലാത്ത വാപ്പാ എല്ലുകൊണ്ട് തന്നെ നരകത്തിൽ കിടന്നെരിയേണ്ടി വരും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഈ ലോകത്തിരുന്ന് മരണപ്പെടുമ്പോ തന്നെ റഹ്മത്തിന്റെ മാലാകമാരും ഹൂർലീങ്ങളും ഇവന്റെ റൂഹ് കൊണ്ടുപോകുന്ന സമയത്ത് തന്നെ അവന് കൊടുക്കാൻ വെച്ചിരിക്കുന്ന സ്വർഗം കൊണ്ട് സന്തോഷം